ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വതി, ഇത് ഞങ്ങളുടെ മകൾ നീള. ആൻഡ് ബെഡൊക്കെ ഇങ്ങനെ കുളവാക്കി അവൾ ഇട്ടേക്കുവാണ്. മടക്കി വെച്ചതെല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ് ഗൈസ്. അതിന് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മുഖത്തെ ആക്നയെ പറ്റി ഞാൻ ആദ്യം തൊട്ടേ ഞാൻ പറയാം കേട്ടോ. എൻ്റെത് ഭയങ്കര എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. ഭയങ്കര ഓയിലാണ്. ഈവൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലും എനിക്കിഷ്ടമല്ല. കാരണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓയിലി ഫീൽ വരുന്നത് എനിക്ക് അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സ്കിന്നാണ് എൻ്റെത്. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ സ്കിന്ന് എക്സ്ട്രീം ഡ്രൈ ആയി, അതുപോലെ തന്നെ സെൻസിറ്റീവായി, മുഖത്ത് മുഴുവൻ പിമ്പിൾസ് വന്ന്. ഇതൊക്കെ പ്രഗ്നൻസിയിൽ യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറേ കമൻറ്റ് പല ആക്നി സ്റ്റോറീസ് പറയുന്നവരുടെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ ഓരോ ഹോർമോണൽ ചേഞ്ച് കൊണ്ടും പിന്നെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് അല്ലേ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് ആണ് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മുഖത്തെല്ലാം പിമ്പിൾസ്, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിള്, പിഗ്മെന്റേഷൻ എല്ലാം വരുന്നത്. ഇതെല്ലാം പാർട്ട് ഓഫ് പ്രഗ്നൻസി ആണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ചിലർക്ക് ഉണ്ടാവാം, ചിലർക്ക് അത് അങ്ങനെ വരാതിരിക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൽസ് ഗുഡ്നസിൻ്റെ നീം തുളസി പൗഡറാണ് കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചിയൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്കും ഓക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്നെ വരുമ്പോഴത്തേക്കും ഈ നീം ആൻഡ് തുളസി പൗഡറാണ് കേട്ടോ. അത് അതാണ് യൂസ് ചെയ്തിരുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് അതിനകത്ത് വാട്ടർ, നിങ്ങൾക്ക് എന്ത് വേണേലും മിക്സ് ചെയ്യാം. ഞാൻ വാട്ടറാണ് പൊതുവെ മിക്സ് ചെയ്യാറ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് സ്പ്രെഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ഓവർ ഡ്രൈ ആവരുത്, കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും അത് വാഷ് ഓഫ് ചെയ്ത് കളയുക. യൂഷ്വലി ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ടൈമിലാണ് നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെയിലത്തോട്ടൊക്കെ പോവുക, വെയിലൊക്കെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റഡ് ആക്കും. അതുകൊണ്ട് ഞാൻ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ സമയത്ത് പിമ്പിൾ കുറയ്ക്കാനും ഇപ്പോഴും പിമ്പിൾ വരുന്നത് മാറാനും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ വേറെ ഒരു ഇതിലല്ലാതെ നമ്മൾ ബ്യൂട്ടി പാർലറിലെങ്ങാനും പോയി ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ലാതെ ഞാൻ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഈ പിമ്പിൾസിന് വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, സൺസ്ക്രീം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞോട്ടെ, എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻഡ് ആയിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള സ്കിന്നല്ല. എനിക്കങ്ങനെ പിമ്പിളും ഡാർക്ക് സ്പോട്ടും ഇല്ലാതിരിക്കുന്നൊരു സമയമില്ല. കാരണം ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ പിമ്പിൾ ആക്നെ യൂഷ്വലി വരുന്ന ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെ. അതുകൊണ്ട് ഭയങ്കര ക്ലീൻ ആയിട്ടൊന്നും ആയിരിക്കും. ഇപ്പം തന്നെ പിമ്പിൾസ് കുറവാണെങ്കിലും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ആൽസ് ഗുഡ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിളിനകത്ത് മാത്രം, പർപ്പിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഷോപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ആ പർപ്പിളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആൽസ് ഗുഡ്നസ്. വേറെ ഫ്ലിപ്കാർട്ടിലോ വേറെ എന്തെങ്കിലും ഓൺലൈൻ സൈറ്റിലോ ഒന്നും ആൽസ് ഗുഡ്നസിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചതിക്കപ്പെടരുത്, ചീറ്റ് ചെയ്യപ്പെടരുത്. കാരണം ഞങ്ങൾ ഒരു റോസ്മെരി വാട്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഇറങ്ങുന്നുണ്ട് വേറെ എന്ന് വെച്ചാൽ, കാരണം അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റ് ഓൺലൈൻ അല്ലാതെയൊക്കെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതൊന്നും ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. പർപ്പിൾ എന്ന് പറയുന്ന ആപ്പിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ആൽസ് ഗുഡ്നസ്. അതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം പർപ്പിളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് പർപ്പിൾ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറിയിട്ട് മേടിക്കുക. കേട്ടോ. അതെൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. പിന്നെ ബാക്കി പ്രൊഡക്ട്സിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. യൂഷ്വലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഒരുപാട് പേർക്ക് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.